രാഹുലേ, നാമനിർദ്ദേശ പത്രികയൊക്കെ കൊടുത്തല്ലോ. അതെ അതെ അതെ. എന്താണ് പെരുമ്പാവൂരിലെ ട്രെൻഡ്? തീർച്ചയായിട്ടും ഈ പെരുമ്പാവൂരിൽ എന്ത് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം അത് പെരുമ്പാവൂർ തന്നെയാണ്. തുടക്കം മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനം അടക്കം നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു മണ്ഡലം കൂടിയാണ് ഈ പെരുമ്പാവൂർ എന്ന് പറയുന്നത്. പെരുമ്പാവൂരിൽ ഇക്കുറി ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് സ്വന്തം നാട്ടുകാർ തമ്മിൽ എന്തായാലും മത്സരിക്കുന്നു എന്നുള്ളതാണ്. മനോജ് മൂത്തേടനെ എടുത്താൽ, അത് UDF സ്ഥാനാർത്ഥി എടുത്താൽ, അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി ബേസിൽ പോളിനെ എടുത്താൽ, അല്ലെങ്കിൽ ജിബി പാർട്ടിക്കലിനെ എടുത്താൽ, അങ്ങനെ എല്ലാവരും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പെരുമ്പാവൂരിന്റെ ചരിത്രത്തിൽ പെരുമ്പാവൂരിലെ തന്നെ ആളുകൾ, പെരുമ്പാവൂരുകാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിട്ട് എന്തായാലും മാറുകയാണ്. ഇനി നമുക്ക് രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ ഏറെ ചിരിപ്പിച്ചത് NDA സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു സീരിയൽ നടിയെ NDA, അതായത് 2020 സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നാലെ അവർക്ക് അവിടെ വോട്ടില്ല എന്നുള്ള വാർത്ത വരുന്നു. റോഡ് ഷോ നടത്താനിരുന്നതാണ് അന്നത്തെ ദിവസം. ആ റോഡ് ഷോയുടെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം എടുത്ത് മാറ്റുന്നു. പിന്നീട് പുതിയൊരു ജിബി പാർട്ടിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പിന്നെ പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ട് നിലനിന്നിട്ടുള്ള കാര്യമാണ്. ആദ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എൽദോസ് കുന്നപ്പള്ളി ആയിരിക്കും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വന്നു. ശേഷം എൽദോസ് അല്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ശേഷമാണ് നമ്മൾ അറിയുന്നത് മനോജ് മൂത്തേടനാണ് ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥിയെന്ന്. അതിനിടയിൽ എൽദോസ് കുന്നപ്പള്ളിയും പെരുമ്പാവൂർ മണ്ഡലവും ഒക്കെ ഒരുപാട് നിറഞ്ഞു നിന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടയിൽ എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള പല ചോദ്യങ്ങളൊക്കെ പല ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വന്നു. കാരണം എൽദോസിനെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാം, അയാൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ചിലപ്പോൾ മത്സരിച്ചേക്കാം എന്നൊക്കെ അറിയാം. അതുകൊണ്ട് പലരും ആ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ശേഷം ഈ പറയുന്നത് പോലെ മനോജ് മൂത്തേടൻ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ സജീവമായി തന്നെ എൽദോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി LDFന്റെ സ്ഥാനാർത്ഥി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബേസിൽ പോളാണ് ഇത്തവണത്തെ അവരുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ബാബു ജോസഫ് ആയിരുന്നു. ബാബു ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ബാബു ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ടാകാം എൽദോസിന് വലിയ രീതിയിൽ തന്നെ വിജയിക്കാൻ കഴിഞ്ഞത്. എൽദോസ് കഴിഞ്ഞ തവണ തന്നെ ലോക്കാവേണ്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ എൽദോസിന് വലിയൊരു ഭാഗ്യം ആയത് കേരള കോൺഗ്രസ് പെട്ടെന്ന് ഇടതുപക്ഷത്തിലേക്ക് വന്നതും ശേഷം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതും ആ മണ്ഡലമൊക്കെ അവർ ചോദിച്ചു മേടിച്ചതൊക്കെയാണ് സത്യത്തിൽ എൽദോസിന് വലിയൊരു ഗുണമായിട്ട് മാറിയത്. എന്നാലും എൽദോസ് വളരെ നിസ്സാര വോട്ടിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. അപ്പോൾ ഇത്തവണ ബേസിൽ പോളാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ആ ബേസിൽ പോൾ നേരത്തെ ഈ പറയുന്ന കോൺഗ്രസ് പാളയത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു വ്യക്തി കേരള കോൺഗ്രസിൽ, അതായത് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കാൻ നേരത്ത് സ്വാഭാവികമായും ബേസിൽ പോളിന് ഒരുപാട് വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് വന്ന് ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ബേസിൽ പോള് ഈ പെരുമ്പാവൂരിലെ കോൺഗ്രസ്സുകാർക്കിടയിലൊക്കെ വലിയ രീതിയിൽ തന്നെ അവർക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിത്വമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വലിയൊരു വോട്ട് അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിയും, സമാഹരിക്കാൻ കഴിയും എന്നുള്ളൊരു കണക്കുകൂട്ടൽ നിലവിലുണ്ട്. മാത്രമല്ല എൽദോസ് കുന്നപ്പള്ളി ഈ പറയുന്ന ഇലക്ഷനിൽ മനോജ് മൂത്തേടനൊപ്പമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളി ചോദിച്ചാൽ ഈ പറയുന്ന പോലെ മനോജ് മൂത്തേടനെ ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ മനോജ് മൂത്തേടന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അന്ന് തന്നെ ഈ പറയുന്ന എൽദോസ് കുന്നപ്പള്ളി അനുകൂലമായിട്ടുള്ള ആളുകളൊക്കെ ഒരു വലിയ പ്രതിഷേധമൊക്കെ നടത്തി നമ്മൾ കണ്ടതാണ്. എൽദോസ് ഈ സീറ്റ് ഭയങ്കര മോഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. എൽദോസ് പലപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞൊരു കാര്യം, എനിക്ക് ഈ സീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ജയിക്കും, ഞാൻ എപ്പോൾ മത്സരിച്ചാലും ഞാൻ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അവസാനം മനോജിന്റെ പേര് വന്നപ്പോൾ ഈ പറയുന്ന എൽദോസ് വളരെ വലിയൊരു നിരാശ പ്രകടിപ്പിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് മനോജ് മൂത്തേടനെ സംബന്ധിച്ച് ഒരു വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത്, കഴിഞ്ഞ തവണ ഇത് സിറ്റിംഗ് MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയുടെ മണ്ഡലമായിരുന്നു, കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ MLA എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ നമ്മുടെ 140 മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും മോശം മണ്ഡലം അത് പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലമാണ്. മോശം റോഡുകൾ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ അമ്പേ പരാജയം എന്ന് പറയാതെ വയ്യ. എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്യായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ പലപ്പോഴും നമുക്കിങ്ങനെ സംശയം തോന്നിയിട്ടുണ്ട്. MLA എന്ന നിലയിൽ ആദ്യ ദിനം നിയമസഭയിൽ ചെന്ന് ഉറങ്ങുക, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ കോമാളിത്തരങ്ങൾ വിളമ്പുക, ഇതൊക്കെ ഒരു MLA ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് കാണുമ്പോഴൊക്കെ രസം തോന്നും, ഒരു കൗതുകമൊക്കെ തോന്നും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു MLA ആണ് ഇതൊക്കെ ചെയ്യുന്നത് പറയുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഓവറല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. മാത്രമല്ല നമുക്കറിയാം പെരുമ്പാവൂർ എപ്പോഴും നിറഞ്ഞേക്കാറുള്ള ഈ ലഹരി മാഫിയയുടെ ഹബ്ബ് എന്ന നിലയിലാണ്. ആ വിഷയങ്ങളൊക്കെ എൽദോസ് കുന്നപ്പള്ളി എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അമ്പേ പരാജയമായി പോയി ആ വിഷയത്തിലൊക്കെ ഇടപെടുന്ന കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്.
അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. മനോജ് മൂത്തേടൻ ഈ വോട്ട് ചോദിക്കാൻ ഓരോ ഇടങ്ങളിൽ ചെല്ലാൻ നേരത്തും സ്വാഭാവികമായിട്ടും വോട്ടർമാർ പറയാനിടയുള്ള സാഹചര്യങ്ങൾ, എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാകും. എൽദോസ് കുന്നപ്പള്ളി അല്ല ഇത്തവണത്തെ സ്ഥാനാർത്ഥി, ഞാനാണ് എന്ന് പറഞ്ഞൊക്കെ ഒരു വിധം ഒക്കെ അവർക്ക് പ്രചോദിക്കാമെങ്കിൽ പോലും പക്ഷെ അതൊക്കെ എത്രത്തോളം വോട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇനി ബേസിൽ പോളിനെ സംബന്ധിച്ച് ഈ എൽദോസ് കുന്നപ്പള്ളി ആയിരുന്നു UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്നിരുന്നതെങ്കിൽ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ചിത്രം മാറിയപ്പോൾ മനോജ് മൂത്തേടൻ അത്യാവശ്യം കോൺഗ്രസ്സുകാർക്കിടയിലൊക്കെ അത്യാവശ്യം നല്ല സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. വ്യക്തിപ്രഭാവം കൊണ്ടും അദ്ദേഹം അത്യാവശ്യം നല്ല വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള അലിഗേഷൻസ് ഒന്നും അദ്ദേഹത്തിന്റെ പേരിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മനോജിനെ പോലെ ഒരാളെ എടുത്ത് മുന്നോട്ട് വെക്കുമ്പോൾ ബേസിലിന് അദ്ദേഹത്തെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് വെച്ചാൽ അത്ര എളുപ്പമൊന്നും അല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ബേസിലിനെ നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ബേസിലും ഈ പറയുന്നത് പോലെ അതുപോലുള്ളൊരു നല്ല വ്യക്തിപ്രഭാവമുള്ള അങ്ങനെ അഴിമതിയുടെ കറപുരളാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം അഴിമതിയുടെ ഒരു യാതൊരു കറപുരളാത്ത രണ്ട് നേതാക്കന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കളത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ല എന്നുള്ളതാണ്. അവിടെ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്. മാത്രമല്ല ഇത്തവണ LDF-നെ സംബന്ധിച്ച് ബേസിൽ പോളിനെ ജയിപ്പിച്ചേ മതിയാകും. എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പല വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. LDF-ന് അവിടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയാതെ പോയതിന് പിന്നിലെ പല അണിയറ കഥകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ കൂടിയാണ് LDF-നെ സംബന്ധിച്ച് ബേസിൽ പോളിനെ ജയിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും തന്നെ കൈമൈ മറന്ന് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു തുടക്കഘട്ടം എന്ന നിലയിൽ നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു പൊടി LDF മുന്നിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. വലിയ മുന്നിലെന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു പൊടി ഇപ്പോൾ LDF ആണ് മുന്നിൽ. തൊട്ടു പിന്നാലെ തന്നെ മനോജ് മൂത്തേടനുണ്ട്. ഈ പ്രചാരണ ഘട്ടത്തിന്റെ ഓരോ ഘട്ടവും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും കടന്നു പോകുമ്പോൾ അത് ഏത് രീതിയിൽ ആരൊക്കെ മുന്നിൽ വരും ആരൊക്കെ പിന്നിൽ വരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ആദ്യഘട്ടത്തെ പ്രചാരണത്തിന്റെ ട്രെൻഡ് പോലെ ആയിരിക്കണമെന്നില്ല രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി തന്നെ ഇടപെടൽ നടത്തിക്കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെ നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട് അവർക്കൊക്കെ വലിയ രീതിയിൽ തന്നെ നിറഞ്ഞു നിൽക്കാൻ കഴിയും എന്നുള്ളൊരു വസ്തുതയാണ്. എന്തായാലും പെരുമ്പാവൂരിനെ പറ്റി നന്നായി അറിയാവുന്ന, പെരുമ്പാവൂരുകാരെ പറ്റി നന്നായി അറിയാവുന്ന, പെരുമ്പാവൂരിന്റെ സംസ്കാരത്തെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഈ പെരുമ്പാവൂരിനെ സംബന്ധിച്ച് വലിയ പോരാട്ടം നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ നാടിന് എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് അവർക്ക് നന്നായി അറിയാം. പുറത്തുനിന്ന് കൊണ്ടുവന്ന് കെട്ടിയിറക്കിയിട്ടുള്ള വ്യക്തികളില്ല നിലവിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരുകാരും ഏറെ വലിയ ആവേശത്തിലാണ്. ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളൊരു ആശങ്ക അവരുടെ ഉള്ളിൽ പൊതുവെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് മനോജ് മൂത്തേടൻ വന്നതോടുകൂടി തന്നെ ബേസിൽ പോളിന് കിട്ടാനുള്ള വോട്ടുകൾ, അതായത് കോൺഗ്രസിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ LDF-ന്റെ പാളയത്തിൽ എത്തുമോ എന്നുള്ളൊരു ആശങ്ക നിലവിലുണ്ടോ എന്നുള്ള കാര്യം കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ LDF-ന്റെ വോട്ടുകൾ കറക്റ്റായിട്ട് പോൾ ചെയ്യപ്പെടുകയും ഒപ്പം കോൺഗ്രസിന്റെ കുറച്ച് വോട്ടുകൾ കൂടി ഈ പറയുന്ന ബേസിൽ പോളിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ എൽദോസ് നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ബേസിൽ പോളിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒപ്പം ബേസിൽ പോളിന് നിയമസഭയിലേക്ക് പോകാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.